ആവേശം അലതല്ലുകയാണ്. ആവേശം കെട്ടടങ്ങുന്നില്ല. ഇനിയും ഒരുപാട് ബോട്ടുകളൊക്കെ വരാനുണ്ട്, ഒരുപാട് പുലി സംഘം വരാനുണ്ട്, ഇനി പുലികൾ ടീമൊക്കെ വരാനുണ്ട്. അതിനിടെ ആദ്യമായിട്ട് ഈ പുലികളി കാണാൻ വന്ന മലപ്പുറത്ത് നിന്ന് പേര് എന്താ പേരെന്താ? സുധീർ മണലായ. എവിടെയാ മലപ്പുറത്ത്? മലപ്പുറം പെരിന്തൽമണ്ണ മണലായ. മണലായ എവിടെ? സുധീർ ഷൗക്കത്ത് അലി പെരിന്തൽമണ്ണ. രണ്ട് സുധീർ അല്ല ഷൗക്കത്ത് അലി പെരിന്തൽമണ്ണ. ഒന്ന് ഫ്രെയിമിലൊക്കെ കണ്ടോട്ടെ അവര്. പിന്നെ എന്ത് ചെയ്യുന്നു? ഞാൻ സൗദിയിലാണ്. അതെ, ഇപ്പൊ അല്ല, നാട്ടിൽ ലീവിന് വന്നപ്പോ അങ്ങനെ വന്നതാണ്. അതെ, ആദ്യമായിട്ട് ഈ പുലികളെ കണ്ടപ്പോ എന്തോ ഭയങ്കര സംഭവം. ഇത് കുറെ മുന്നേ വരേണ്ടതായിരുന്നു, ഭയങ്കര നഷ്ടമായി. കാരണം ഇത് ടോപ്പ് പരിപാടിയാണ്. തൃശ്ശൂരുകാരനാണ്, അറിയുന്ന ആളാണ്. നന്ദേട്ടാ, ശരിക്കും തൃശ്ശൂരുകാരുടെ ഒരു ഭാഗ്യം മറ്റു ജില്ലക്കാരെ കാണേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ലേ? മറ്റു ജില്ലക്കാർ മാത്രമല്ല, ഇതിപ്പോ ലോകമുഴുവൻ കാണുന്നുണ്ട്. ഭയങ്കര ഇത് എന്താ പറയാ, നേരിൽ കണ്ടതാണ്. വാസ്തവത്തില് ഇപ്പൊ വരാൻ പറ്റുന്നവർക്കല്ലേ പറ്റുള്ളൂ. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യന്റെ വിയർപ്പിന്റെ ഗന്ധം അടിക്കുമ്പോൾ അങ്ങനെയാണ് ഇത് മനുഷ്യന്റെ സാധനം എന്താ മനസ്സിലാവും. അപ്പൊ അങ്ങനെ മനുഷ്യന്റെ വിയർപ്പിന്റെ ഗന്ധത്തിന് വ്യത്യാസമില്ല, പാർട്ടി വ്യത്യാസം, മത വ്യത്യാസം ഇല്ല. അപ്പൊ അതിന്റെ ഒരു ഫീൽ ഉണ്ടാവണമെങ്കിൽ, അത് ടച്ച് ചെയ്ത ഫീൽ ഉണ്ടാവും, തൊട്ടറിയണമെങ്കിൽ ഇവിടെ ഒന്ന് കാണണം. എന്താ പേരെന്താ? ഞാൻ സിദ്ദിഖ്. എവിടുന്ന് വരുന്നു? ഞാൻ വടക്കാഞ്ചേരി, തൃശ്ശൂർ. സിദ്ദിഖ് നേരത്തെ കാണാൻ വന്നിട്ടുണ്ടോ? ഞാൻ എല്ലാ വർഷവും വരാറുണ്ട്. ഇതൊരു ആവേശമല്ലല്ലോ? ആവേശമാണ് തൃശ്ശൂർക്കാർ. ആ ആവേശത്തിൽ അലിയാൻ എല്ലാ വർഷവും വരും. എല്ലാ വർഷവും വരാറുണ്ട്. പിന്നെ എന്താ ഷൗക്കത്ത് അലി പേര്, പെരിന്തൽമണ്ണ. ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷെ ഇത്ര വളരെ ഗംഭീരമാണ് എന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും ടി വിയിലൂടെ ഒക്കെ കാണാറുണ്ട് ചെറുപ്പം മുതൽ. പക്ഷെ ഇതാദ്യമായിട്ട് കണ്ടപ്പോൾ വളരെയധികം സന്തോഷവും വളരെയധികം ഇത്രയും നല്ല ഗംഭീര എനർജി. ഭയങ്കരമായിട്ട് എല്ലാവരും നല്ല സന്തോഷത്തിലും അതുപോലെ നമ്മുടെ സൗഹാർദ്ദത്തിലും എല്ലാം കഴിയുന്ന നല്ലൊരു ഈ തൃശ്ശൂർ നഗരിക്ക് ഒരു തിലകക്കുറിയാണ് ചാർത്തിയിരിക്കുന്നത്. പല പുലികളും നമ്മൾ പറയുന്നതിനേക്കാൾ നല്ല പുപ്പുലികളാണ്. അതെ, വെറും പുലിയല്ല, പുപ്പുലിയാണെന്ന് പറയാണ്. എന്താ ചെയ്യുന്നത്? ഞാൻ ഗൾഫിലായിരുന്നു, ഇപ്പൊ നിർത്തി വന്ന് ഇവിടെ റിയൽ എസ്റ്റേറ്റ് ചെറിയ ബിസിനസ്സുകൾ നടത്തുന്നു. അപ്പൊ എന്തായാലും ഇനി അടുത്ത തവണയും വരും, എല്ലാ ദിവസവും വരും. പൊളിക്കും, പൊരിച്ചടുക്കും. എന്താ പേരെന്താ? എന്റെ പേര് സുനിൽ കളരിക്കൽ. ഞാനിവിടെ സംഘാടകനാണല്ലേ? ഈ വട്ടം വരാൻ പറ്റിയില്ല, വർഷങ്ങളായിട്ടുള്ളതാണ് നമ്മളിവിടെ എല്ലാ പരിപാടിയും. പക്ഷെ ആദ്യമായിട്ട് ഇത്രയും ക്രൗഡ്, കോവിഡിന് ശേഷം ആദ്യമാണ് ശേഷം ഇത്ര ക്രൗഡ് ആദ്യം ഭയങ്കര. ഈ ടൈം ഇത്രയും സമയമായി, അതിനുണ്ടാവും, അത് കൂടുതലുണ്ടാവും. ഇതേ എൻ്റെ പേര് ജോജു. ഞങ്ങൾ കുരിയച്ചറയാണ്, തൃശ്ശൂർക്കാരൻ്റെ കുരിയച്ചറ. ഞങ്ങൾ കൊല്ലങ്ങളായിട്ട് ഓർമ്മ വെച്ച വന്ന് കാണാൻ പറ്റാവുന്ന സഭയ്ക്കുള്ള ടൈം കൊണ്ട് നമ്മൾ വന്ന് കാണുന്ന വ്യക്തികളാണ്. ഗംഭീരമായിരിക്കുന്നു. ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് കടന്നപ്പോൾ പൂരമാണോ പുലിക്കളിയാണോ എന്നൊരു, ഇപ്പൊ ഇത് മത്സരമാണല്ലേ, പൂരത്തിനാണ് ആളുകൾ കൂടുതലല്ലേ? എടുത്തു പറയുന്നത് കോർപ്പറേഷന്റെ വലിയൊരു തന്നെയാണ്. അല്ലാണ്ട് ഇങ്ങനെ വലിയ ക്രൗഡ് വന്നിട്ടും ഒരു ചെറിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൈകാര്യം ചെയ്യുന്ന ആ രീതിയാണ് നമ്മൾ. തൃശ്ശൂരുകാർ പൊളിയല്ലേ? അവര് പൊളിയാണ്. കാരണം വേറെ ചെറിയ പരിപാടി നടത്തി തൃശ്ശൂരുകാര് ഇഷ്യൂസ് ഉണ്ട്. ഇത്രയും ആത്മസംയമനം പാലിച്ചിട്ടുണ്ട്. പിന്നെ 50 വർഷമായി കണ്ടുപിടിച്ചിട്ട്. 50 വർഷമായോ? എന്താ അതാ നമ്മുടെ കാണുന്നുണ്ടോ? പേര് ബാലൻ. ബാലേട്ടൻ. എവിടെയാ ബാലേട്ടാ? അടുത്ത കൊല്ലം നമുക്ക് ആദ്യമായിട്ട് വരാണ്. എല്ലാ കൊല്ലവും തൃശ്ശൂർ പുലി ഇറങ്ങുന്നുണ്ടെന്ന് പറയും. അതൊന്നും പറയാനില്ല. ഉറപ്പായിട്ട് എല്ലാ പ്രാവശ്യം വരും. അതായത് ദൃശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ രാവണവധം ചിത്രീകരിക്കുന്നു. ഇപ്പോ ശ്രീരാമനൊക്കെ താളം പിടിക്കുകയാണ് അല്ലേ? വെറൈറ്റി സ്റ്റൈലിൽ ഇവിടെ നേരിട്ട് വന്ന് കാണുമ്പോണ്ടല്ലോ, അത് ടി വിയിൽ കാണുന്നത് പോലെയല്ല. അപ്പൊ അടുത്ത പ്രാവശ്യം എല്ലാവരും ഈ പുലിക്കളി ഒരു കേരളീയ ഉത്സവമായിട്ട് മാറുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം തൃശ്ശൂർക്കാർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ആളുകളും ഇതിനോട് വന്ന് കാണാനും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണത്. ശ്രീരാമൻ പോലും ചൂട് പിടിക്കുന്ന ഒരു മനോഹരമായ
പ്രത്യേകിച്ച് നമ്മുടെ കളക്ടർ ആളൊരു അർജുൻ പാണ്ഡ്യ ആള് കായിക താരമാണ് കായിക താരമാണ്. സ്പോർട്സ് എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആൾ ഒപ്പം നിൽക്കുന്ന ആളാണ്. അത് ചെയ്യും കൂടി ചെയ്യുന്നത് അതാണ് ആള്. വേറൊന്നല്ല, അർജുൻ പാണ്ഡ്യൻ വളർന്നു വന്ന ചുറ്റുപാട് അങ്ങനെയാണ്. കാരണം കഷ്ടപ്പെട്ട് പഠിച്ച IAS എടുത്ത മനുഷ്യനാണ്, സാധാരണക്കാരനാണ്. ഏറ്റവും താഴെത്തട്ടിൽ നിന്നുള്ള ഒരു പടി ഉയർന്നു കയറിയ കളക്ടറാണ്. ആ കളക്ടർക്ക് സാധാരണക്കാരുടെ മനസ്സറിയാം. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായി. ഇന്നാള് അവധി കൊടുത്തു, പ്രാദേശിക അവധി കൊടുത്തു. പിള്ളേരെ എൻജോയ് ആണ്, അടിച്ചു പൊളിച്ചു, അടിപൊളിയാണ്. അപ്പൊ ആൾക്ക് ഒരു മേയറും ഡെപ്യൂട്ടി കളക്ടറും പുലികളായിട്ട് ചൂട് വെക്കുന്നതാണ് ആദ്യം കാണുന്നത്. പിന്നെ ഇങ്ങനെ കളപ്പാണ്ടിരിക്കും. അതാണ് തൃശ്ശൂര്. ഈ തൃശ്ശൂരിന്റെ മനോഹാരിത അതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുന്നംകുളത്തുനിന്ന് തന്ന സമ്മാനം ഞാനിത് ഇപ്പോഴും, കുന്നംകുളത്ത് ആ ചേട്ടൻ തന്ന സമ്മാനം ഇപ്പോഴും ഞാനത് എന്താ പറയാ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്. ഈ കുഞ്ഞു സമ്മാനത്തിന് വലിയ മൂല്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കളക്ടർ വന്ന ടൈമായിരുന്നു, പക്ഷെ കളക്ടർ അപ്പോൾ നമ്മളോട് നല്ല ഇതിലാണ് പെരുമാറിയത്. മറ്റു കളക്ടർമാർ മാതിരിയല്ല, എല്ലാ കാര്യങ്ങളും ഭയങ്കര ആക്റ്റീവായിട്ട് കാണുന്നത്. അപ്പോൾ കളക്ടർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കും. അതായത് എല്ലാവരും കളക്ടർക്ക് ബിഗ് സല്യൂട്ട് പറയുമ്പോൾ ഇവിടെ ഒരു കൊച്ചുമിടിക്ക് കുഞ്ഞു വാവയുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്തോ? ആദ്യമായിട്ടാണോ വരുന്നത്? അടിപൊളിയല്ലേ? എവിടുന്ന് വരുന്നു? ഞങ്ങളിവിടെ നേരത്തെ വരുമ്പോ ഹായ് പറഞ്ഞു. എന്താ പേരെന്താ? മാധവൻ. അജിത. മാധവൻ അജിത ദമ്പതികൾ അല്ലേ? എല്ലാ വർഷവും കാണാൻ പറ്റും. കുഞ്ഞാദ്യം ഒരു ഹൈഫൈ തന്നെ. യെസ്, ഓക്കെ. ഹൈഫൈ തരാണ് കുഞ്ഞുങ്ങൾ. ഇതാ ഇവിടെ രണ്ട് വ്യക്തികളുണ്ട്. എങ്ങനെയുണ്ട്? എവിടുന്ന് വരുന്നു? കണ്ണൂരാണോ? കണ്ണൂർ എവിടെ? തളിപ്പറമ്പ്. തളിപ്പറമ്പ് എവിടെ? ആലക്കോട്. ആലക്കോട് എവിടെ? തേർത്തല്ലി. തേർത്തല്ലി എവിടെ? തേർത്തല്ലി. തേർത്തല്ലിയിൽ എവിടെ? തേർത്തല്ലി പ്രോപ്പർ തേർത്തല്ലി. തേർത്തല്ലിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ. ഇല്ല, ടൗണിൽ തന്നെയാണ്. അതെ, പള്ളിയുടെ അടുത്ത് തന്നെയാണ്. തേർത്തല്ലി പള്ളിയുടെ അടുത്ത് തന്നെയാണ്. ആണല്ലേ? ഞാൻ കണ്ണൂരാരനാണ്, തളിപ്പറമ്പുകാരനാണ്, അതുകൊണ്ടാണ്. എന്താ പേരെന്നാ? ജിതിൻ. ഒന്ന് നമ്മുടെ ഫ്രെയിമിലേക്ക് ഒന്ന് ഇതാക്കിയേ, വാ ഒന്ന് നോക്കിയേ. അവിടെയാണോ അതോ ക്യാമറ? ഓക്കെ, യെസ്. എല്ലാവരും ആദ്യമായിട്ടാണോ? അല്ല, കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു. ഇല്ല, ഇത് രണ്ടാമത്തെ കൊല്ലമാണ്. പിന്നെ ഇത് വരുന്നുണ്ട് നമ്മുടെ കുട്ടൻകുളങ്ങര പുലിക്കളി സംഘത്തിന്റെ ഗംഭീരമായ പ്ലോട്ട്. ശ്രീരാമൻ ഇത് രാവണവധത്തിന്റെ ആവിഷ്കരിച്ചുകൊണ്ടുള്ള പ്ലോട്ട്. നേരത്തെ ഒരു ഇടവേളയിൽ രാവണവധത്തിന്റെ ഇടവേളയിൽ ശ്രീരാമൻ താളം പിടിക്കുന്ന കാഴ്ച വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ആളുകൾ കാഴ്ച ഈ എന്തൊരു ഭംഗിയാണ്. ഈ രാവിന്റെ ഭംഗി ഇപ്പോഴാണ് കൂടുതൽ മനോഹരമാണ് വ്യക്തമാകുന്നത്. ഒരുപക്ഷെ ഈ പുലിക്കളിയുടെ ഭാഗമായിട്ടുള്ള പ്ലോട്ടുകളും ലൈറ്റുകളും മറ്റുമൊക്കെ കാണുമ്പോഴാണ് ഇതിന്റെ ഭംഗി ഏറ്റവും മനോഹരം എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നിൽക്കുകയാണ് ഇവിടെ കുടുംബാംഗങ്ങൾ അടക്കമുള്ള ആളുകളുണ്ട്. എന്താ പേരെന്താ? ഗ്ലോറിയ. എവിടുന്നാ വരുന്നത്? ഞാൻ തൃശ്ശൂര്. ഒളരിക്കര. രണ്ടുപേരും തൃശ്ശൂരാണ്. എന്താ പേരെന്താ? വിപിൻ. ആദ്യമായിട്ടാണോ? രണ്ടാമത്തെ. എങ്ങനെയുണ്ട് സംഭവം? ഞങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുള്ളൂ. ഡ്യൂട്ടി ഉണ്ടായിരുന്നു. എന്ത് ചെയ്യുന്നു ജോലി? ഞാൻ പുറത്തായിരുന്നു, അവിടെ ഒരു ബിസിനസ് ഉണ്ട്. ഞാൻ ചേട്ടൻ്റെ കൂടെ പുറത്തായിരുന്നു, കാനഡയിലായിരുന്നു വന്നിട്ടുള്ളൂ. വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിപ്പോ വന്നത്. ഇനിയിപ്പോ എന്തായാലും ആസ്വദിക്കല്ലേ? നല്ല ക്രൗഡുണ്ട്. ആ. കഴിഞ്ഞ